കുഞ്ഞ് കാണേണ്ടത്, അറിയേണ്ടത് എന്തെന്ന് വിവേചിക്കാൻ നമ്മൾ പ്രാപ്തിയില്ലാതെ പോകുന്നു. ഒരു വിശുദ്ധൻ വളരുന്നത് അരമനയിലല്ല, ഒരു വിശുദ്ധൻ ജനിച്ച് വളരുന്നത് പള്ളിയിലല്ല, ഒരു കുടുംബത്താണ്, ഒരു അപ്പന്റെയും അമ്മയുടെയും മകനായിട്ടാണ്, മകളായിട്ടാണ്. അതുകൊണ്ട് ഒരു വിശുദ്ധന്റെ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കപ്പെടുമ്പോ നമ്മൾ ആടിപ്പാടി വിരുന്നുണ്ട് നമ്മൾ അങ്ങനെ ആഘോഷമായി തീർത്ത് പോയാൽ പോരല്ലോ. നിശ്ചയമായിട്ടും ചിന്തിക്കണം. ഒരുപാട് കാര്യങ്ങൾ വിശ്വസിക്കാൻ അസാധ്യമായ കാലഘട്ടമാണ്. തിന്മ മാത്രമാണ് ഇന്ന് പ്രചരിക്കുന്നത്. മാധ്യമമെടുത്താൽ മുഴുവൻ തിന്മയാണ്, ദുഷിപ്പാണ്, അക്രമമാണ്. വാർത്തയെടുത്താൽ, പേപ്പർ എടുത്താൽ ഒരു നന്മയും പറയാനായിട്ട് ആരുമില്ല, ഒരിടവുമില്ല. അക്രമം വായിച്ച് ഇങ്ങനെ അരുതായ്മകൾ കണ്ട് ഇതൊന്നും വലിയ തെറ്റല്ലെന്നും ഇത് ആവർത്തിക്കാമെന്നും എനിക്കും ചെയ്യാമെന്നും നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഈ പെരുന്നാൾ ദിവസം നമ്മൾ ചിന്തിക്കണം. പ്രിയമുള്ളവരെ, അക്രമത്തെ അല്ല നമ്മൾ പ്രചരിപ്പിക്കേണ്ടത്, തിന്മയെയല്ല നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. നന്മയുള്ള എന്തുമാത്രം മനുഷ്യരുണ്ട്, നന്മയുള്ള എന്തുമാത്രം കുഞ്ഞുങ്ങളുണ്ട്. ഒരുപാട് നന്മകൾക്കിടയിൽ കിടക്കുന്ന ഏതെങ്കിലും ദുഷിച്ച ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ വാചാലരായിട്ടങ്ങ് മാറും. എന്നിട്ട് യുവാക്കൾ മുഴുവൻ കുഴപ്പക്കാരാണെന്ന് നമ്മൾ ചിത്രീകരിക്കും. കുഞ്ഞുങ്ങൾ മിടുക്കരാണ്, അവർ സമർത്ഥരാണ്, അവർ നല്ലവരാവാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ മുതിർന്നവരായ നമ്മളാകട്ടെ തെറ്റിദ്ധരിച്ച് നന്മയിലേക്ക് നയിക്കാതെ ഈ തിന്മയുടെ കഥ പറഞ്ഞ് നമ്മൾ അവരെ നാശത്തിലേക്ക് വിട്ടുകൊടുക്കുന്നവരാണ്. വിശുദ്ധനായ മോർ ഇഗ്നാത്യോസ് ഏലിയാസ് ബാവയുടെ പെരുന്നാൾ ദിവസമൊക്കെ നമ്മൾ ഈ നന്മയെക്കുറിച്ച് സംസാരിക്കാനായി നമുക്ക് സാധിക്കട്ടെ. ക്രിസ്തു പറഞ്ഞു, ഞാൻ പറഞ്ഞ കാര്യം കൊണ്ട് മാത്രമല്ല ഞാൻ രക്ഷിതമായ ക്രിസ്തുവാകുന്നത്, നേരെ മറിച്ച് എന്റെ പ്രവൃത്തികൾ കൊണ്ട് പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. മനുഷ്യന്റെ പ്രവൃത്തി ദൈവത്തെ വെളിപ്പെടുത്തുന്ന കാര്യമാണ്. ഞാൻ ചെയ്യുന്ന ഓരോരോ കൊച്ചു നന്മകളിലും ദൈവത്തിന്റെ സ്നേഹം മറഞ്ഞിരിപ്പുണ്ട്. സ്നേഹമുള്ളവരെ, അങ്ങനെ ദൈവത്തിന്റെ മുഖവും ഛായയും ശബ്ദവുമായി നമ്മുടെ മധ്യത്തിൽ ജീവിക്കുന്ന കുറെ നല്ല മനുഷ്യരെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഈ പെരുന്നാൾ ആഘോഷിക്കുന്നത്. അതിനൊരു പ്രേരണയാകാൻ സാധിക്കണം. ഈ നാട്ടില് ചുറ്റുവട്ടങ്ങളിൽ നന്മ പ്രചരിപ്പിക്കുന്ന, നല്ലത് ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് പ്രചോദനമാകുവാൻ വേണ്ടി ഈ വിശുദ്ധന്റെ പെരുന്നാൾ ദിവസം ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കർത്താവ് പറഞ്ഞു, ഇതാ ആരെങ്കിലും ഇടറി മാറുന്നുണ്ടെങ്കിൽ നിങ്ങളാരും എന്റെ മക്കളായിട്ടുള്ളവരല്ല, നേരെ മറിച്ച് നിങ്ങൾ പറഞ്ഞാൽ അനുസരണം നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ സാധിക്കാത്തവരാണ്. എന്റെ പക്കലേക്ക് വരുന്നവനെ ഞാൻ സ്വീകരിക്കുന്നു, എന്റെ പിതാവ് സ്വീകരിക്കുന്നു. എന്റെ കയ്യിൽ നിന്ന് അവയെ അടർത്തി മാറ്റാനായിട്ട് ആർക്കും സാധിക്കില്ല. ഞാനും എന്റെ പിതാവും ഒന്നാകുന്നു.